ശ്രീമതി CS സുജാത ഇവിടെ ഒരു സാമൂഹ്യ യാഥാർത്ഥ്യത്തെ ചൂണ്ടിക്കാണിക്കുകയാണ് മന്ത്രി ചെയ്തത് എന്നുള്ളതാണ് വാദം. ഒപ്പം അദ്ദേഹം ദാരിദ്ര്യം എന്ന പ്രശ്നത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു എന്നുള്ളതും. കുടുംബിനികളുടെ കയ്യിൽ കാശില്ലാത്തത് കൊണ്ടാണ് അവർക്ക് ഈ പ്രിയദർശിനി ബസ്സിൽ തിക്കിത്തിരക്കി കാത്തുനിന്ന് കയറേണ്ടി വന്നത് എന്നാണ് മന്ത്രി പറഞ്ഞത് എന്നുള്ളതാണ് അതിന്റെ വിശദീകരണം. ഞാൻ ആ വാദത്തോടൊരു തരത്തിലും യോജിക്കുന്ന ആളല്ല. ഭരണഘടന തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റ ഒരു മന്ത്രി, പ്രത്യേകിച്ച് CP ജോണിനെ പോലെയുള്ള ഒരാളിൻ്റെ നാവിൽ നിന്ന് ഇത്തരമൊരു പരാമർശം ഉണ്ടാവാനേ പാടില്ലായിരുന്നു. അദ്ദേഹം ചെയ്യേണ്ടത് കേരള സമൂഹത്തോട് മാപ്പ് പറയുക തന്നെയാണ്. തൻ്റെ പ്രസ്താവന പിൻവലിച്ച് മാപ്പ് പറയുക തന്നെയാണ് അദ്ദേഹം ചെയ്യേണ്ടത്. കാരണം എത്ര മോശപ്പെട്ട ഒരു സ്റ്റേറ്റ്മെൻറ്റ് അദ്ദേഹം നടത്തിയത്. എത്ര ന്യായീകരിച്ചാലും അതൊരു തരത്തിൽ അംഗീകരിക്കാൻ കഴിയില്ല. കാരണം അദ്ദേഹം യഥാർത്ഥത്തിൽ ഇപ്പോൾ അങ്ങ് തന്നെ സൂചിപ്പിച്ച പോലെ കഴിഞ്ഞ UDF അവരുടെ പ്രകടന പത്രികയിൽ പറഞ്ഞതാണ്, സ്ത്രീകൾക്ക് ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ സൗജന്യ യാത്ര പ്രിയദർശിനി പദ്ധതി അവർ പ്രഖ്യാപിക്കുകയുണ്ടായി. അന്ന് പറഞ്ഞത് ഈ പറയുന്ന ഓർഡിനറി ബസ്സുകളിൽ മാത്രമല്ല, എല്ലാ ബസ്സുകളിലുമാണ് പറഞ്ഞത്. അത് പിന്നെ ഓർഡിനറി ബസ്സിൽ മാത്രമാക്കി. പ്രധാനപ്പെട്ട തലസ്ഥാന നഗരിയിലെ ഓർഡിനറി ബസ് സിറ്റി ഫാസ്റ്റാക്കി മാറ്റിയതൊക്കെ നമ്മൾ കാണുകയുണ്ടായി. അങ്ങനെ ഒരു പദ്ധതിയുടെ ഭാഗമായിട്ടാണല്ലോ ഇപ്പോൾ ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾ സൗജന്യമായി യാത്ര ചെയ്യുന്നത്. അപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് അങ്ങനെ ഒരു പരാമർശം വരാൻ പാടുണ്ടായിരുന്നോ? അങ്ങനെ സ്ത്രീകൾ മുഴുവൻ ഈ രൂപത്തിൽ കയറുന്നു എന്ന് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ അങ്ങനെ പരാമർശിക്കാനേ പാടില്ലായിരുന്നു. സർക്കാർ വിദ്യാലയങ്ങളിൽ കുട്ടികളെ അയക്കാതെ അൺഎയ്ഡഡ് സ്കൂളുകളിൽ അയക്കുന്നു, അല്ലെങ്കിൽ സർക്കാർ ആശുപത്രികളിൽ സ്ത്രീകൾ ചികിത്സ തേടി പോകുന്നു. എന്തു പറ്റി CP ജോണിന്? ഇങ്ങനെയൊക്കെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് അദ്ദേഹം നടത്താൻ പാടുണ്ടോ? രാജ്യത്തെ സ്ത്രീകളുടെ സംഭാവന അദ്ദേഹം എന്താ മറന്നുപോകുന്നത്? രാജ്യത്തെ സ്ത്രീകൾ പഠനങ്ങളെല്ലാം നിങ്ങൾ മാധ്യമപ്രവർത്തകരുടെ കയ്യിലും ചർച്ചയിൽ പങ്കെടുക്കുന്ന ആദരണീയരായ വ്യക്തിത്വങ്ങളുടെ കൈകളിലുമൊക്കെ ഉണ്ടല്ലോ. സുപ്രീം കോടതി തന്നെ സമീപകാലത്ത് എന്താ പറഞ്ഞത്? ഒരു മാസം നമ്മുടെ രാജ്യത്തെ സ്ത്രീകൾ 30,000-ൽ കുറയാത്ത രൂപയുടെ ജോലി ചെയ്യുന്നു. SBI സമീപകാലത്ത് നടത്തിയ ഒരു പഠനത്തിൽ പറഞ്ഞില്ലേ, ഒരു വർഷം ഇന്ത്യ രാജ്യത്തെ സ്ത്രീകൾ 22.5 ലക്ഷം കോടി രൂപയുടെ സംഭാവന രാജ്യത്തിന് കൊടുക്കുന്നു. GDPയുടെ 6.7% സമാനമായിട്ടുള്ളത്. ഈ രാജ്യത്തിൻ്റെ മുന്നോട്ട് പോക്കിന് വേണ്ടി മഹത്തായ സംഭാവന കൊടുത്തവരാണ് സ്ത്രീകൾ, കേരളത്തിലെ ഉൾപ്പെടെയുള്ള സ്ത്രീകൾ. നമ്മൾ ഇന്ന് നേടിയെടുത്ത എല്ലാ നേട്ടങ്ങളെയും കുറിച്ച് പറയുമ്പോൾ അത് ഭരണഘടന എഴുതി ഉണ്ടാക്കുന്നതിലടക്കം ഇന്ന് അനുഭവിക്കുന്ന സഹോദരിമാരനുഭവിക്കുന്ന പല സൗഭാഗ്യങ്ങളുടെയും പിന്നിൽ ഒരുപാട് പേരുടെ പോരാട്ടമുണ്ട്. പൂർവ്വസൂരികളായിട്ടുള്ള എല്ലാ സ്ത്രീകളെയും ഞാൻ ഈ അവസരത്തിൽ ഓർക്കുകയാണ്. അപ്പം വലിയ തോതിലുള്ള സംഭാവന രാജ്യത്തിന് കൊടുത്ത ഒരു വിഭാഗത്തെയാണ് ഈ രൂപത്തിൽ വളരെ മോശമായി ആക്ഷേപിക്കുന്നത്. ഒരു തരത്തിലും അതിനെ എന്തെല്ലാം ന്യായീകരണം കൊണ്ടുവന്നാലും ഒരു തരത്തിലും അതിനെ ന്യായീകരിക്കാൻ കഴിയുകയില്ല. അതാണ് എൻ്റെ ശക്തമായിട്ടുള്ള അഭിപ്രായം. ശരി.